അല്ല, വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിച്ച് അവർക്ക് നഷ്ടപരിഹാരം കൊടുത്ത് പറഞ്ഞയക്കാൻ പറ്റില്ല. അത് പറ്റില്ല. വ്യവസ്ഥകൾ പാലിക്കണം. സർക്കാർ ഇതിൻ്റെ അകത്ത് സുതാര്യമായി കാര്യങ്ങൾ ചെയ്യണം. യഥാർത്ഥ സ്ഥിതി എന്താണ് വ്യക്തമാക്കണം. അവ്യക്തതകളാണ് കംപ്ലീറ്റ്. സുതാര്യമല്ല ഇടപാട്. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മാത്രം നടന്നിരിക്കുന്ന ഒരു ഏർപ്പാടാണ്. അത് നടക്കില്ല. അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് തന്നെയാണ് കറക്റ്റാണ് പറഞ്ഞത്. അതാണ്, അതായത് 2005 MOUവിൽ കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ടുണ്ടായിരുന്നു. അത് ഇവർ 2007 വന്നപ്പോൾ മാറ്റി. പക്ഷേ 2007 ആ എഗ്രിമെൻ്റ് ആണല്ലോ ഇപ്പോൾ ഉള്ളത്. 2007 അച്യുതാനന്ദൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വെച്ച എഗ്രിമെൻറ്റിലെ ക്ലോസ് 7-11 അതാണ് ടീകോമിൻ്റെ ബാധ്യതകളെക്കുറിച്ച് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഡിഫോൾട്ട്സ് ഓഫ് ടീകോം എന്ന് പറഞ്ഞിട്ട് 722A-B-C, പിന്നെ വീണ്ടും B 722B, അങ്ങനെ 11-2 പല എഗ്രിമെൻ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, എനി ബ്രീച്ച് ഓഫ് വാറണ്ടി ഓഫ് ടീകോം കണ്ടെയ്ൻഡ് ഇൻ ദിസ് എഗ്രിമെൻറ്റ്, എനി ബ്രീച്ച് ഓഫ് എനി കവനൻ്റ് ഓർ എഗ്രിമെൻറ്റ് ഓഫ് ടീകോം കണ്ടെയ്ൻഡ് ഇൻ ദിസ് എഗ്രിമെൻറ്റ്. അതായത് ടീകോം ആൻഡ് ഇറ്റ്സ് പെർമിറ്റഡ് അഫിലിയേറ്റ്സ് ഷാൽ ബി ജോയിൻ്റ്ലി ആൻഡ് സെവറലി ലയബിൾ. എന്ത് ചെയ്താൽ? എനി ബ്രീച്ച് ഓഫ് വാറണ്ടി നടത്തിയാൽ, അല്ലെങ്കിൽ ഈ കവനൻറ്റിൻ്റെ എഗ്രിമെൻറ്റിൻ്റെ ഏതെങ്കിലും പ്രൊവിഷൻ ലംഘിച്ചാൽ അവർ ബാധ്യതയാണ്. എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ക്ലിയറായിട്ടുള്ള വയലേഷനാണ്. അതാണ് നിങ്ങളുടെ ചോദ്യം. രണ്ടുപേരും ചോദിച്ച ചോദ്യത്തിലെ കണ്ടന്റ് അതാണ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ആ ലംഘനമാണ്. എന്നിട്ട് അങ്ങോട്ട് കൊടുക്കുക. സംഭവം ഭൂമി ഫ്രീ ആക്കാൻ, അത് മനസ്സിലാക്കുന്നത്. ഭൂമി ഫ്രീ ആക്കി ആർക്കോ കൊടുക്കാമെന്ന് ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ്. ഇത് ആളുകളെ വെല്ലുവിളിക്കാണല്ലോ CPM. വെല്ലുവിളിക്കാണ് ജനം. ഞങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ചോദിച്ചില്ലേ, യൂണിവേഴ്സിറ്റി കോളേജിൽ ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടിയെ 5 പ്രാവശ്യം ഇടിമുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചു. അവൻ്റെ സ്വാധീനക്കുറവുള്ള കാല് ഷൂ ഇട്ട് ചവിട്ടി പിടിച്ച് അവൻ്റെ തലയ്ക്ക് ഇരുമ്പോടി വെച്ച് അടിച്ചു. അറസ്റ്റ് ചെയ്ത പോലീസ്. ഈ സെക്രട്ടേറിയറ്റിൻ്റെ ഈ പിണറായി വിജയൻ ഇരിക്കുന്നതിൻ്റെ മൂക്കിൻ്റെ താഴെയല്ലേ ഇത്രയും വലിയ അക്രമം നടന്നത്. ഒരു ക്യാമ്പസിൽ പഠിക്കാൻ കുട്ടികളെ വിടുമ്പോൾ അവരെ കൊണ്ടുപോയി ഇടിമുറി, സ്വാധീനക്കുറവുള്ള ഒരുത്തിനെ കൊടിമരത്തിൽ കയറി കൊടിയേറ്റാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ തല്ലുക. എന്നിട്ട് ആ പ്രതികൾ എല്ലാ ദിവസവും സ്റ്റേഷനിൽ വരിക, പോലീസ് പറയുക പ്രതികളെ കിട്ടാനില്ല. എല്ലാ ദിവസവും കോളേജിൽ വന്ന് ഈ പരാതി കൊടുത്ത ആളുകളെ ഭീഷണിപ്പെടുത്തുക. പരാതി കൊടുത്ത ആളുകൾക്ക് കോളേജിൽ പോകാൻ പറ്റാത്ത അവസ്ഥ. ഗുണ്ടകൾ കോളേജിൻ്റെ അകത്ത്. അവിടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ കേട്ടാൽ നമുക്ക് മലയാളിയാണെന്ന് വിചാരിക്കാൻ അപമാനം തോന്നും. 2.5 വയസ്സുള്ള കുഞ്ഞിനോട് ഈ ക്രൂരത കാണിക്കാൻ പാർട്ടിക്കാരെ മുഴുവൻ നിയമിക്കുകയാണ് അവിടെ. തോന്നിയതുപോലെ എല്ലാം ബാക്ക് ഡോർ അപ്പോയിൻമെൻ്റാണ്, പിൻവാതിൽ നിയമനമാണ്. എന്നിട്ട് 3 പ്രാവശ്യം ഇതുപോലത്തെ കുറ്റം ചെയ്തതിൻ്റെ പേരിൽ മാറ്റിയ ഒരു സ്ത്രീയെ, CPM നേതാവിൻ്റെ ഭാര്യയെ സ്വാധീനം ഉപയോഗിച്ച് തിരിച്ച് വീണ്ടും കൊണ്ടുവന്നു. അവർ 4ാമത് ചെയ്ത കുറ്റകൃത്യമാണിത്. ആലോചിച്ച് നോക്കിയേ. അപ്പോൾ പാർട്ടിക്കാരാണെങ്കിൽ എന്ത് തോന്നിവാസവും കാണിക്കാം, എന്ത് ധിക്കാരവും കാണിക്കാം, എന്ത് അസംബന്ധവും കാണിക്കാം. റോഡ് അടച്ചു കെട്ടി പരിപാടി നടത്തിയിട്ട് അതൊരു പാർട്ടി സെക്രട്ടറി പോയി ഉദ്ഘാടനം ചെയ്യുകയാണ്. പാർട്ടി സെക്രട്ടറി പോയി, നമ്മളൊക്കെയാണെങ്കിൽ ആ പരിപാടിക്ക് പോകില്ലല്ലോ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഒരു പരിപാടി നടത്തുന്നതിന് മുമ്പ് അതിൻ്റെ അനുമതി മേടിച്ച് ചോദിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടല്ലേ ചെയ്യുള്ളൂ. ഇത് എടുക്കോ? മുഴുവൻ ആളുകളും വഴിയിൽ കിടന്ന് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ ധിക്കാരമാണ്, അധികാരത്തിൻ്റെ അഹങ്കാരമാണ്. ഞങ്ങൾക്ക് നിയമങ്ങൾ ബാധകമല്ല എന്നുള്ള ആ ഒരു ഇതാണ്. അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. അതാണ് കേരളത്തിൽ നടക്കുന്നത്.